മാർച്ച് 19 ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കർത്താവിന്റെ വലിയ നന്മകൾ നമ്മൾ പ്രത്യേകമായി യൗസപിതാവിനെ ഓർക്കുന്ന ഈ ദിവസം ദൈവത്തിന്റെ വലിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അല്പനേരം നമുക്ക് കർത്താവിന്റെ വചനത്തോട് ചേർന്ന് ഇന്നായിരിക്കാം പ്രാർത്ഥിക്കാം. നിയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളെ നൽകും. ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളെ നൽകും. സങ്കീർത്തനം 103 നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്: എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അതൊന്നും മറക്കരുത് എന്ന് കർത്താവിന്റെ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ മനസ്സ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു കഴിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട്. ഇന്ന് നമ്മുടെ ലൈഫിൽ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ വലിപ്പത്തെ കാണുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം വിടുതൽ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അതൊക്കെ വിസ്മരിച്ചു പോകാറുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടി ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്: അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. നമ്മൾ യൗസപിതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് എന്താ? യൗസപിതാവിന് ദൈവം ദർശനങ്ങളിലൂടെ കർത്താവ് സംസാരിച്ചു യൗസപിതാവിനോട്, അല്ലെ? അപ്പൊ ദർശനങ്ങളിലൂടെ സംസാരിച്ചപ്പോൾ ആ ദർശനങ്ങളൊന്നും യൗസപിതാവ് മറന്നില്ല. യൗസപിതാവ് മറന്നോ? നമ്മൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ആ ഒരു ഭാഗം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തില് അതിന് 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്: അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെ അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദോസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് അതൊരു സ്വപ്നമാണ്, അത് എന്റെ മനസ്സിൽ തോന്നിയൊരു തോന്നലാണ്, അല്ലെങ്കിൽ നേരത്തെ നടന്നു പോയൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞ ആൾ അതിനെ ചെറുതായിട്ട് കണ്ടില്ല. ഇത് ദൈവം എന്നോട് സംസാരിച്ചതാണ്, ഇത് ദൈവം എന്നോട് ഇടപെട്ടതാണ്, ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്, ദൈവത്തിന് എന്നോടുള്ള മെസ്സേജ് ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് യൗസപിതാവ് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. ഇതാണ് യൗസപിതാവിന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. പലപ്പോഴും പിശാചിന്റെ ഒരു തന്ത്രം എന്നാണെന്നറിയാവോ? അതായത് നമ്മളെ മറപ്പിച്ചു കളയും. നമ്മുടെ മുൻപിൽ ഇപ്പൊ കാണുന്ന പ്രശ്നങ്ങളെ അങ്ങ് വലുതാക്കി കാണിച്ചിട്ട് ദൈവം എവിടെയാ, ദൈവം എന്താ ഇടപെടാത്തത്, ദൈവം എന്താ ഉത്തരം നൽകാത്തത്, എന്തിനാ ഇത്രയും താമസം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ അങ്ങ് അസ്വസ്ഥമാക്കും. അപ്പൊ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാകുമ്പോൾ നമ്മുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത, നമുക്കൊന്ന് നല്ല രീതിയിൽ സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിക്കാനോ ഒരു കാര്യം ചെയ്യാനോ ഒന്നും മനസ്സിന് പറ്റാതെ വേണം നമ്മളെ അങ്ങ് ഡിസ്റ്റർബ്ഡ് ആക്കും. ഇത് അവന്റെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. യൗസപിതാവിന്റെ ജീവിതം തന്നെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താ? ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ നമ്മൾ മറക്കരുത്. അതിനായിട്ട് നമ്മൾ നന്ദിയുള്ളവരാണ്. അപ്പൊ എപ്പോഴും സാധിക്കുമെങ്കിൽ ഒരു ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്കിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അതെടുത്ത് നമ്മളൊന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകും. ദൈവം ഇന്ന സമയത്ത്, ഇന്ന വർഷം, ഇന്ന കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ദൈവം ഇടപെട്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പം ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എത്രയോ തവണ ദൈവം ഇടപെട്ടിട്ടുണ്ട് ജീവിതത്തിൽ. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുവാൻ തന്നെയുള്ള കാരണം, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ ഒരു ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? യൗസപിതാവിനോട് അന്ന് കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ സന്ദേശം തന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തവണ ദൈവത്തിന്റെ വ്യക്തവും ശക്തവുമായ ഇടപെടലുകൾ എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് മുൻപിൽ പ്രതിസന്ധി കാണും, പക്ഷേ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ എക്സ്പീരിയൻസിനെ മുറുകെ പിടിച്ച്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഇടപെട്ട ആ ടെസ്റ്റ് മണിയെ മുറുകെ പിടിച്ച്, ആ അനുഗ്രഹത്തെ മുറുകെ പിടിച്ച് ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ മുൻപോട്ട് പോവുക. ഹല്ലേലൂയ! ഇതാണ് യൗസപിതാവിന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്: അവൻ ഉണർന്ന് ശിശുവിനെ അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദോസിന്റെ മരണം വരെ അവിടെ താമസിച്ചു. ഹല്ലേലൂയ! അപ്പോൾ അതെല്ലാം, അവിടെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. ദൈവം നൽകിയ സന്ദേശമാണ്, ദൈവത്തിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് കിട്ടിയതെന്ന് വിശുദ്ധ യൗസപിതാവിന് പരിപൂർണ ബോധ്യമുണ്ടായിരുന്നു.
ഇന്ന് വിശ്വസിക്കുക, ഈശോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവരാകുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാനിടയായിത്തീരും. സങ്കീർത്തനം 103 നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്: എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. ഡു നോട്ട് ഫൊർഗെറ്റ് ഹിസ് ബെനഫിറ്റ്സ്. ദൈവം തന്ന അനുഗ്രഹം ഒന്നും മറക്കരുത്. ഒരു 10 കാര്യങ്ങൾ മനസ്സിലോട്ട് ഓർത്തേ. ദൈവം ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾ. നമ്മളിപ്പം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിന്റെ അനുഗ്രഹമാണ്, അല്ലേ? നമുക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് നമുക്ക് എന്തില്ല എന്നിങ്ങനെ ചിന്തകൾ വരും. ഒന്നുമില്ല, എനിക്കതില്ല, ഇതില്ല. പക്ഷെ ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങി. ഈശോ എന്നാ പറഞ്ഞ, ഇല്ലാത്തവന് ഉള്ളതും കൂടെ എടുക്കപ്പെടും. കാരണം അത് അവന്റെ ആറ്റിറ്റ്യൂഡാ. ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ആ ഉള്ളതിൽ ഒരു സമൃദ്ധി വെളിപ്പെടുകയാണ്, ദൈവികമായ സമൃദ്ധി. പറഞ്ഞ എനിക്കുണ്ട്, എനിക്ക് എൻ്റെ ഈശോയുണ്ട്, എനിക്ക് എൻ്റെ കർത്താവ് നൽകിയത്. ഇന്നില്ലാത്തതിലേക്ക് നോക്കരുത്, ഉള്ളതിനായിട്ട് നന്ദി പറഞ്ഞ് ജീവിതത്തിൽ ദൈവം ഇതിനോടകം ഇടപെട്ട നിരവധി വിഷയങ്ങളെ ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞു. ചിലപ്പം ഇന്ന് മുൻപിൽ ഹെറോദേസ് നിൽക്കുന്നത് പോലെ അന്ന് യൗസപിതാവിന്റെ മുമ്പിൽ ഹെറോദേസ് നിൽക്കുക, ഒരു രാജാവ് നിൽക്കുക, പ്രതിസന്ധി നിൽക്കുക. പക്ഷെ യൗസപിതാവ് എന്തിനെ മുറുകെ പിടിച്ചേ? യൗസപിതാവ് എന്തിനെ മുറുകെ പിടിച്ച്? യൗസപിതാവിനോട് സ്വപ്നത്തിൽ സംസാരിച്ച കർത്താവിന്റെ ദൂതൻ നൽകിയ സന്ദേശത്തെ, പിതാവാം ദൈവം നൽകിയ സന്ദേശത്തെ, ആ മെസ്സേജിനെ മുറുകെ പിടിച്ചു. ഭൂമിയിലുള്ള സാഹചര്യത്തെയാണോ നോക്കിയത്? ഭൂമിയിലുള്ള സാഹചര്യത്തെ നോക്കി വിറച്ച് അവിടെ വീട്ടിലിരുന്നേനെ. പക്ഷെ ആള് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച മെസ്സേജിനെ മുറുകെ പിടിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എത്രയോ തവണ ബുദ്ധിക്ക് അതീതമായ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ കാരണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് ദൈവമാണ് ഇടപെട്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ കാര്യത്തെ നമ്മൾ ഓർത്തെടുക്കണം. ഈ നാളുകളിൽ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ ദൈവം നമുക്ക് നൽകിയ ചില ദൈവികമായ ഇന്റർവെൻഷൻസ് ഉണ്ട്, ദൈവികമായ ചില ഇടപെടലുകൾ നടന്ന സമയങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, ടെസ്റ്റിമണീസ് ഉണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പം അത് മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇതിനോടകം ദൈവം തന്നു കഴിഞ്ഞതിനായിട്ട് നന്ദി പറഞ്ഞ് അതിനകത്തെ അത്ഭുതത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതാണ് യൗസപിതാവ് ചെയ്തത്. യൗസപിതാവിന് ആ ഒരു കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ സംസാരിച്ചു. അതൊരു മിറക്കിളാണ്. അപ്പൊ അതിനകത്തെ ദൈവത്തിന്റെ മഹത്വത്തെ ഇടപെടലിനെ യൗസപിതാവ് നെഞ്ചോട് ചേർത്ത് വെച്ചു. ഭൂമിയിൽ നിൽക്കുന്ന മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയല്ല. ഭൗതികമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഹെറോദോസ് എന്ന് പറഞ്ഞ ഈ രാജാവ് എതിരെ നിൽക്കുക. അപ്പൊ അവിടുന്ന് ശിശുവിനെ, അമ്മയെ രക്ഷിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. പക്ഷെ അതിനുള്ള ശക്തി എവിടുന്നാ കിട്ടിയേ? അതിനുള്ള ശക്തി കിട്ടിയത് ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ സന്ദേശത്തിൽ നിന്നാണ്, ആ മെസ്സേജിൽ നിന്നാണ്, ആ ഇടപെടലിൽ നിന്നാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇന്ന് മുൻപിൽ നിൽക്കുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും കഴിഞ്ഞ കാലഘട്ടത്തിൽ ദൈവം ഇടപെട്ടതിൽ നിന്ന് എങ്ങനെ എനിക്ക് ശക്തി കിട്ടുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവിചാരിതമായി, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ദൈവത്തിന്റെ ചില ഇടപെടൽ നിങ്ങളുടെ ഹെൽത്തിന്റെ മേഖലയിൽ, ജോലിയുടെ മേഖലയിൽ, കുടുംബജീവിതത്തിന്റെ മേഖലയിൽ, എത്രയോ അപകടങ്ങളിൽ നിന്ന് എത്രയോ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പാകാം, 5 വർഷം മുമ്പാകാം, 10 വർഷം മുമ്പാകാം. അപ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ലൈഫ് ടൈമിൽ ദൈവം ഇടപെട്ട ഒരു ദൈവത്തിന്റെ ശക്തി അയച്ച് നമ്മളെ രക്ഷിച്ച ഒരു മൊമെന്റ്സ് ആണ് അതൊക്കെ. അത് ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ ദൈവികമായ ശക്തി നമ്മുടെ മുൻപിലേക്ക് ഉള്ള വാതിലുകളെ തുറന്നു തരികയും നമ്മുടെ കൂടെ ദൈവമഹത്വം തന്നെ നമുക്ക് കാവലായി വന്നു നിന്ന് നമ്മളെ വഴി നടത്തുവാൻ ഇടയായിത്തീരും. ഇതാണ് വിശുദ്ധ യൗസപിതാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഒരു രാജാവ് എതിരെ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ മുൻപിലൂടെ യൗസപിതാവിനെ, പരിശുദ്ധ അമ്മയും ഈശോനെയും എടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള കരുത്ത് ലഭിച്ചത് യൗസപിതാവിന് ലഭിച്ച എക്സ്പീരിയൻസ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് തരുന്ന ഈ ഒരു സ്പെഷ്യൽ ഡേ, മാർച്ച് 19 നമ്മൾ യൗസപിതാവിന്റെ ജീവിതത്തെ ഓർക്കുമ്പോൾ ദൈവം നമ്മളെ നോക്കി പറയുകയാണ്, ഫൊർഗെറ്റ് നോട്ട് ഹിസ് ബെനഫിറ്റ്സ്. സങ്കീർത്തനം 103, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒരെണ്ണം പോലും മറക്കരുത്. ദിസ് ഈസ് എ സീക്രട്ട് ഓഫ് എ ബ്ലെസ്ഡ് ക്രിസ്ത്യൻ ലൈഫ്.
ഇന്ന് നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും അത് തവിട് പൊടിയാകുന്ന എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കായിട്ട് യൗസപിതാവിനെ പോലെ നിങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവം നിങ്ങളുടെ മുൻപിൽ തുറക്കും. ദൈവമാണ് തുറക്കുന്നത്. യെശയ്യാ 45:2 മനോഹരമായ ഒരു വാക്യമുണ്ട്. ഞാൻ നിനക്ക് മുൻപേ കടന്നുപോയി മലകളെ നിരപ്പാകും. അന്ന് യൗസപിതാവിന് മുൻപിൽ ഹെറോദോസ് ഒരു മല പോലെ നിൽക്കുക. നിസ്സാരനായ ഒരു വ്യക്തിനോ, കൊടും ക്രൂരനായ, എന്താ പറയുന്നത്, എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ നിഷ്ഠൂരനും ക്രൂരനുമായ ഒരു രാജാവ്. ഇത് നിങ്ങളുടെ മുൻപിൽ വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടപെട്ട കാര്യങ്ങളെ ഓർത്തെടുത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മുൻപേ കടന്നുപോയി ആ മലകളെ ദൈവം നിരപ്പാക്കും. വാച്ച് ആൻഡ് സീ വാട്ട് ഗോഡ് ഈസ് അബൌട്ട് ടു ഡു ഇൻ യുവർ ലൈഫ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത് എന്താണെന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയ ധൈര്യം എന്താ? ഈ ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട്. കാരണം ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചു, പരിശുദ്ധ കുർബാനയായി തീർന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. ഇതാണ് യൗസപിതാവിന്റെ ജീവിതം നമുക്ക് നൽകുന്ന ആ ഒരു ലെഗസി. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇടപെടാത്തവരല്ല. എപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഒരു അത്ഭുതമാണ്. നിങ്ങൾ ഈ ഭൂമി ജനിച്ചതും ജീവിക്കുന്നതും തന്നെ ഒരു അത്ഭുതമാണ് അല്ലെ? എത്രയോ തവണ ദൈവം ഇടപെട്ടിട്ടുണ്ട്. എത്രയോ തവണ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ അത്ഭുതങ്ങളെ സ്വീകരിച്ച് ദൈവത്തിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ പാടി സ്തുതിക്കുമ്പോൾ, സങ്കീർത്തനം 103 നമ്മൾ കാണുന്നതല്ലേ, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കണ്ടോ, കർത്താവ് നമ്മളെ സ്നേഹവും കരുണയും കൊണ്ട് കിരീടമണിയിക്കുകയാണ്. സ്നേഹവും കരുണയും കൊണ്ട് നമ്മളെ കിരീടമണിയിക്കുന്നു. ഈശോയുടെ ശുശ്രൂഷയിലുടനീളം ഈശോ വെളിപ്പെടുത്തിയ പിതാവാൻ ദൈവത്തെക്കുറിച്ച് 2 പ്രധാനപ്പെട്ട കാര്യം. പിതാവാൻ ദൈവം സ്നേഹമുള്ള ഒരു അപ്പനാണ്, കരുണയുള്ള ഒരു പിതാവാണ്. അപ്പോൾ ആ കരുണയുള്ള പിതാവിനെ വെളിപ്പെടുത്തി തന്ന കർത്താവ് ഈശോ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ആ ഈശോനെ നെഞ്ചോട് ചേർത്ത് വെച്ച് താരാട്ട് പാടിയ, ഈശോനെ വളർത്തിയ ആ കരങ്ങൾ, ആ തച്ചൻ്റെ കരങ്ങൾ, ഈശോ ഏറ്റവും അധികം ആ സ്നേഹവും കരുണയും ഒരപ്പൻ്റെ ആ നെഞ്ചിൻ്റെ ചൂടുമൊക്കെ അനുഭവിച്ചറിഞ്ഞത് ആരിൽ നിന്നാണ്? യൗസപിതാവിൽ നിന്നാണ്. അന്നത്തെ കാലത്തെ മനുഷ്യർ ഒരുപാട് പേര് യൗസപിതാവിനെയും യേശുവിനെയും നീ തച്ചൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞ് കോണർ ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും പലപ്പോഴും എന്താ പറയുന്നത്, അന്നത്തെ കാലഘട്ടത്തിലെ കർത്താവിനെ ഏറ്റവും അധികം ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു കാരണം, യേശു ജൂതന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവാകുന്നു, നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പിതാവാകുന്നു, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പിതാവാകുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ്റെ ഒരു ക്യാരക്ടർ ഫോം ആകുന്നത് ആദ്യത്തെ 5-6 വയസ്സിനകത്തുള്ള ആ ഒരു ടൈമിൽ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന ആ സ്നേഹത്തിന് ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സൈക്കോളജിക്കലി ഒരു അപ്പനിൽ നിന്ന് കിട്ടുന്ന സ്നേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദൈവം ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിന് വളരുവാൻ വേണ്ടി ഒരപ്പൻ്റെ കരങ്ങളിലേക്ക് കർത്താവ് ഒരു ശിശുവായി തീർന്നുകൊണ്ട് യൗസപിതാവിൻ്റെ കരങ്ങളിലേക്ക് കർത്താവിനെ പിതാവാൻ ദൈവം സമർപ്പിക്കുമ്പോൾ ആ പിതാവിലുള്ള ക്വാളിറ്റി എത്രമാത്രമാണ്. ഞാൻ വിശ്വസിക്കുന്നു പിതാവാം ദൈവത്തിൻ്റെ ഒരുപാട് ക്വാളിറ്റീസ്, ആ അപ്പൻ്റെ സ്നേഹം, ഹൃദയം, ആ ഒരു മനസ്സ്, ഇതെല്ലാം ഉള്ള ആളായിരുന്നു സെയിൻറ്റ് ജോസഫ്. ആ സെയിൻറ്റ് ജോസഫിൻ്റെ സ്നേഹവും ചൂടും അനുഭവിച്ചറിഞ്ഞ ഈശോ വളർന്നു വരുന്നത്. ലോകം മുഴുവൻ ഈശോ പ്രഘോഷിച്ചു ദൈവം സ്നേഹമുള്ള ഒരു പിതാവാകുന്നു. അപ്പോൾ ആ ഒരു കാര്യം കേട്ടപ്പോൾ അന്നത്തെ കാലത്തെ ധാർഷ്ട്യക്കാരും കർക്കശക്കാരും നിഷ്ഠൂരരുമായിരുന്ന ജൂതമത പുരോഹിതർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായിരുന്നില്ല. അവർ കർത്താവിനെ നോക്കി പറഞ്ഞ് പുച്ഛത്തോടെ പറഞ്ഞു, ഇവനൊരു തച്ചൻ്റെ മകനല്ലേ? അതെ, കർത്താവ് അഭിമാനത്തോടെ നിന്ന്, ഞാൻ അധ്വാനിക്കുന്ന ഒരു തച്ചൻ്റെ മകനാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ഹല്ലേലൂയ. അന്നത്തെ കാലത്തെ ഒരു മതപുരോഹിതനും ഓഫർ ചെയ്യാത്ത വലിയൊരു ആശ്വാസം കർത്താവ് പറയും, ഞാൻ തച്ചൻ്റെ മകനായി ഞാൻ നിങ്ങൾക്ക് തരാം. സ്നേഹമുള്ള അപ്പനിൽ നിന്ന് പ്രവഹിക്കുന്ന ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടത്. സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ളത് ഈ സ്നേഹമാണ്.
അപ്പനിൽ നിന്ന് പ്രവഹിക്കുന്ന ഈ സ്നേഹത്തിന് മനുഷ്യരെ സൗഖ്യമാക്കുവാൻ കഴിയും. ഈ സ്നേഹത്തിന് മനുഷ്യരുടെ ക്യാരക്ടറിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കൊടും ക്രിമിനൽ ആയിരുന്ന വ്യക്തികൾ ചില ധ്യാന ശുശ്രൂഷകളിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കരുണയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പിതാവിന്റെ സ്നേഹം അവരെ വന്ന് സ്പർശിക്കുമ്പോൾ അവരുടെ ജീവിതം മാറി മറയുന്നത്, കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആകുന്നത്. എത്രയോ പേരുടെ ജീവിതത്തിൽ അത് കണ്ടിട്ടുണ്ടെന്ന് അറിയാം. പലപ്പോഴും ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. പലപ്പോഴും പറയുന്ന ആൾക്കാർ, അങ്ങനെ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിക്കുന്ന പ്രഭാഷകർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ: നിങ്ങൾ അവരെ വഴക്ക് പറയുക, അവരോട് കുറ്റം ചുമത്തുക, അവർ ചെയ്യുന്ന തെറ്റാണെന്ന് പറയുക. അങ്ങനെ പറഞ്ഞ് ഇന്നേ വരെ ഏതെങ്കിലും ഒരു കൊടും ക്രിമിനലോ മദ്യപാനിയോ ഈ ഭൂമിയിൽ പാപത്തിന് അടിമത്തത്തിൽ കഴിയുന്ന ഒരു വ്യക്തി വിമോചിപ്പിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ കടന്നു പോകുന്ന, അവന് ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ അവൻ അനുഭവിച്ചു പോയ ചില അവസ്ഥകളാണ് അവൻ്റെ ക്യാരക്ടർ ഫോർമേഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഓൾവേസ് റിമെമ്പർ ദെയർ ഈസ് എ ഫാദർ. നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്. ഇന്ന് ചിലപ്പോൾ ജീവിതത്തിൽ തകർന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഈ തകർന്ന അവസ്ഥയിൽ നിനക്ക് പുതിയൊരു തുടക്കം നൽകി, നിനക്ക് പുതിയൊരു ജീവിതം നൽകി, നിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ നിന്റെ സകല പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് നിനക്ക് പുതിയൊരു ജീവിതം നൽകുന്ന സ്നേഹമുള്ള ഒരു പിതാവ് നിനക്കുണ്ട്. ഇതാണ് ഈശോയുടെ സന്ദേശം. കൊറിന്തോസുകാർക്ക് ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ ആ വ്യക്തി പുതിയ സൃഷ്ടിയാണ്. അവന് പുതിയൊരു ജീവിതം ഈശോ നൽകുകയാണ്. ഇന്ന് വിശ്വസിക്കുക, ഈ മാർച്ച് മാസം 19-ാം തീയതി ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം ഈശോ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതിയ ലൈഫ് കർത്താവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈശോയുടെ ആ സ്നേഹത്തെ നമുക്ക് റിസീവ് ചെയ്യാം. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ ഒഴുകിയിറങ്ങിയ ആ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പിതാവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ് യൗസേപ്പ് പിതാവിന്റെ ശുശ്രൂഷയിൽ ഉടനീളം. ഈശോനെ യൗസേപ്പ് പിതാവ് ശുശ്രൂഷിച്ചു അല്ലേ? ഈശോനെ കാത്തുപരിപാലിച്ച യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ ഉടനീളം പിതാവാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരുന്നു. ആ പിതാവിൽ നിന്ന് ഒഴുകി ഇറങ്ങിയത് യൗസേപ്പ് പിതാവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിതാവാൻ ദൈവത്തിന്റെ സ്നേഹമാണ്. ഇന്ന് ആ സ്നേഹം നമ്മളെ സമാശ്വസിപ്പിക്കട്ടെ. എല്ലാ സ്നേഹരാഹിത്യത്തിൽ നിന്നും, മനസ്സിനേറ്റ മുറിവുകളിൽ നിന്നും, ചിലപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാതെ പോയ ആ സ്നേഹത്തിന്റെ മുറിവുകളിൽ നിന്നും ഈശോയുടെ വലിയ സ്നേഹം, പിതാവാൻ ദൈവത്തിന്റെ വലിയ സ്നേഹം ഇന്ന് നമ്മളെ വലിയ സൗഖ്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 103 നമ്മൾ വായിച്ചു, നമ്മൾ കേട്ടു. കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. യൗസേപ്പ് പിതാവിന്റെ തിരുനാൾ ദിവസം ഈ ഒരു സന്ദേശത്തെ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കണമേ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഒരു അനുഗ്രഹത്തെ മറക്കരുത്. യൗസേപ്പ് പിതാവിന് മുൻപോട്ട് പോകാൻ കരുത്ത് ലഭിച്ചത് കർത്താവിൽ നിന്ന് ലഭിച്ച എക്സ്പീരിയൻസസ് ആയിരുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നിങ്ങളെ മുൻപോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തിയും സ്രോതസ്സും. ഒരു വിശ്വാസിയുടെ ശക്തിയും സ്രോതസ്സും, യൗസേപ്പ് പിതാവിന്റെ ശക്തിയും സ്രോതസ്സും ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പഠിച്ച PhD ആയിരുന്നോ? ഏതെങ്കിലും തിയോളജിക്കൽ ഡിഗ്രി ആയിരുന്നോ? ആണെന്ന് പറയുവാണെങ്കിൽ ഞാൻ ഇന്ന് ഈ പ്രസംഗം നിർത്തും. ഒന്നുമല്ലായിരുന്നു. സാധാരണക്കാരനായ ഒരു കാർപ്പൻ്റർ, തച്ചൻ. ആ തച്ചന് ദൈവം നൽകിയ എക്സ്പീരിയൻസ്, പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ആ സംസാരിച്ചപ്പോൾ ആ ലഭിച്ച എക്സ്പീരിയൻസിനെ, ആ ടെസ്റ്റ് മണിയെ, ദൈവം നൽകിയ അനുഗ്രഹത്തെ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു. ഇന്ന് ജീവിതത്തിൽ എത്രയോ തവണ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. നൂലെ കെട്ടി ഇറക്കി തന്ന എത്രയോ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനോടകം തന്നെ എത്രയോ സാക്ഷ്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഒക്കെ ഓർത്തെടുക്കുക. ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് എന്നുള്ള ആ ബോധ്യത്തിൽ യൗസേപ്പ് പിതാവിനെ പോലെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ജീവിതത്തിന് ഓരോ സ്റ്റെപ്പും എടുത്ത് മുൻപോട്ട് വെക്കുമ്പോൾ ഹെറോദേസുമാർ മാറിപ്പോവും, മുൻപിലുള്ള പ്രതിസന്ധികൾ മാറിപ്പോവും. കാരണം അവിടെ നിനക്ക് മുൻപേ കടന്നു ചെന്ന് നിന്റെ കർത്താവായ ദൈവം മലകളെ നിരപ്പാക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഇന്നേ ദിവസം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസം കർത്താവിൻ്റെ വലിയ ഇടപെടൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ. വലിയ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമാറാകട്ടെ. പിശാച് പലപ്പോഴും ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രശ്നത്തെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ അതിനെ പർവ്വതീകരിച്ച് ദൈവം എന്തിയെ, ദൈവം എവിടെയാ, ദൈവം എന്താ ഇടപെടാത്തത് എന്നുള്ള ചോദ്യങ്ങൾ നൽകി നമ്മളെ തളർത്താൻ നോക്കുമ്പോൾ അത് ദുഷ്ടാരൂപിയുടെ ടാക്റ്റിക്കാന്ന് മനസ്സിലാക്കണം. നമ്മളെ തളർത്താൻ നോക്കും. ആ തളർച്ചയ്ക്ക് ശേഷമാണ് ബലഹീനത പിന്നെ പുറകെ കൊണ്ടുവരും. ആ ബലഹീനതയിലാണ് ആൾക്കാർ വീണു പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം ഇതിൽ നിന്നെല്ലാം പുറത്തു വരുവാനുള്ള സൊല്യൂഷൻ നമുക്ക് തന്നു കഴിഞ്ഞു. യൗസേപ്പ് പിതാവിന് ജീവിതം നൽകുന്ന ഏറ്റവും വലിയ മാതൃക ഇതാണ് സഹോദരങ്ങളെ. എല്ലാത്തിൽ നിന്ന് പുറത്തു വരാനുള്ള സൊല്യൂഷൻ ദൈവം ഓൾറെഡി ഒരുക്കി കഴിഞ്ഞു. കുരിശിൽ തൻ്റെ പുത്രൻ ബലിയായി തീർന്നതിലൂടെ ദൈവം ഇന്ന് ആ സൊല്യൂഷനെ നമുക്കായി നൽകി കഴിഞ്ഞു.
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നേ ദിവസം നമ്മൾ അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ കാണും. ദൈവത്തിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. വിശ്വസിക്കാമോ ഞാൻ ഈ പറയുന്ന കാര്യം? എളിമയോടെ വിശ്വസിച്ചാൽ അതിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന സമയത്ത് ബലഹീനത ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ദൈവത്തിന് ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ആത്മാവിൽ ഒന്ന് നിറയപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഒരു വ്യക്തി എനിക്ക് എഴുതി, ഒരു മെസ്സഞ്ചർ വന്നൊരു സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അതായത് ഒരുപാട് ബലഹീനതയുള്ള ഒരു വ്യക്തിയായിരുന്നു, പോൺ അഡിക്ഷൻസ് ഉള്ള വ്യക്തിയാണ്, നിരവധി ധ്യാനങ്ങൾ കൂടി. ഈ വ്യക്തിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നില്ലായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ടോക്കുകൾ കേട്ടിട്ട് അദ്ദേഹം യേശുവിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം പറയുകയാണ്, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിലൊരു ശക്തി വന്ന് നിറയുന്നത് എനിക്ക് അനുഭവിക്കാനിടയായിത്തീർന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഇദ്ദേഹം വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ എന്നോട് വചനം കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ ആത്മാവിൻ്റെ ശക്തി ഉള്ളിൽ നിറയുന്നത് അനുഭവിക്കുവാനിടയായിത്തീർന്നു. ഈ ആത്മാവിൻ്റെ ശക്തി നിറയപ്പെടുമ്പോൾ എനിക്ക് പിന്നീട് ആ തിന്മ ചിന്തിക്കുവാൻ, ആ റോങ് തോട്ട്സ് എൻ്റെ മനസ്സിൽ വരാതായി തീർന്നു. അതൊരു മിറക്കിളല്ലേ? അതൊരു വ്യക്തിയുടെ കഴിവല്ല, അതൊരു മിറക്കിളാണ്. അതാണ് വചനം കേൾക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നത്. ഇപ്പം നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ നിറയപ്പെടും. ഇപ്പം ഞാനിവിടെ ഇരുന്നോടെ നിങ്ങളോട് അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അത് ചെയ്യരുത് എന്നുള്ളത് പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ, സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങളിൽ ഒന്നും, എൻ്റെ പ്രസംഗം ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ അത് കാര്യമില്ല. കർത്താവിന് അറിയാം നിങ്ങൾ ആരാണെന്ന്. നിങ്ങളെ ഈ ഒരു പ്രയാസത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ട വില മുഴുവനും ഈശോ കുരിശിൽ കൊടുത്തു കഴിഞ്ഞു. ഇന്നും നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഈ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുകയും ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം സാധ്യമാകും. പ്രതിസന്ധികളെ മറികടക്കുവാൻ പറ്റും, പ്രയാസങ്ങളെ മറികടക്കുവാൻ പറ്റും, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടി പറ്റും. മാത്രമല്ല അനേകരെ ഈശോയിലേക്ക് വഴി നടത്തുവാനിടയായിത്തീരും. അത് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി കേട്ടോ. ഇപ്പം പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യത്തിൽ എങ്ങനെ കുടുങ്ങിക്കിടക്കുക, നിങ്ങളുടെ ലൈഫ് കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു 10 പേരെങ്കിലും വേണ്ട, കുറച്ച് പേരെങ്കിലും, ഒരു 100 പേരെങ്കിലും, എത്രയെങ്കിലും ആൾക്കാർ നമ്മുടെ ജീവിതത്തിലൂടെ ഈശോനെ അറിയണ്ടേ? നമ്മളിലൂടെ കുറച്ച് പേരെങ്കിലൊക്കെ ഈശോനെ മനസ്സിലാക്കണ്ടേ? ജൂതന്മാരുടെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ആർക്കാർക്ക് ബുദ്ധിമുട്ട് വരരുത്. ജൂതന്മാർ ലോകത്തിൽ നിന്ന് ഏറ്റവും ചെറിയൊരു സമൂഹമായി. ഇപ്പം എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ആൾക്കാർ മാത്രം, ഞങ്ങൾ മാത്രം എന്ന് പറഞ്ഞ് ഇടുങ്ങി ചിന്തിച്ച് എന്താ പറ്റി, ചെറുതായി അവസാനം ഇടുങ്ങിയപ്പെട്ട ആൾക്കാർ തന്നെ അവർ തന്നെ സ്വർഗം നരകം എന്നുള്ള ചിന്തിച്ച് ദൈവത്തെ തന്നെ ബോക്സിനകത്താക്കി വെച്ചു. ദൈവത്തിനെ ബോക്സിനകത്താക്കി വെക്കാനല്ല ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ഭൂമിയിലേക്ക് ദൈവം വന്നത്, ഈ ഭൂമി തകർന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരുടെ കണ്ണുനീരൊപ്പുവാൻ ഈശോ ഇന്ന് ആഗ്രഹിക്കുന്ന, നിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്യാൻ ഈശോ ആഗ്രഹിക്കണം. ഈശോയുടെ ആഗ്രഹം എന്താ? ഇന്ന് യൗസപിതാവിൻ്റെ തിരുനാൾ ദിവസം നമ്മൾ ഈ സന്ദേശം മനസ്സിലാക്കണം. യൗസപിതാവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, യൗസപിതാവ് എന്ന് നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? ഈശോയായിട്ട്. കാരണം നിങ്ങൾ ഈശോനെ സ്വീകരിച്ച വ്യക്തിയാണ്. ഈശോനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈശോ ഇരിക്കുന്നില്ലേ? കൊളോസസ് 1:27 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈശോയായി ഈ ഭൂമിയിൽ ഓരോ സ്ഥലത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് യൗസപിതാവിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലൂടെ ഈശോ പ്രവർത്തിക്കുകയാണ്. ഈശോയുടെ സാന്നിധ്യം നമ്മളിലൂടെ ഒഴുകി ഇറങ്ങുകയാണ്. നിങ്ങളൊരു നേഴ്സാകാം, നിങ്ങളൊരു ഡ്രൈവറാകാം, നിങ്ങളൊരു എഞ്ചിനീയർ ആകാം, എല്ലാ മേഖലയിലും നമ്മളിലൂടെ ഈശോ വെളിപ്പെടുകയാണ് ആ സ്ഥലത്ത്. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. സ്വർഗം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഉണർവ് എന്താണെന്നറിയോ? സ്വർഗം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഉണർവ് യൗസപിതാവിന്റെ ആഗ്രഹം പറയാം. അതായത് യൗസപിതാവ് തച്ചനായിരുന്നു. യൗസപിതാവ് ഒരു മതപ്രഭാഷകനൊന്നും അല്ലായിരുന്നു. ഒരു കാർപ്പൻ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന സാധാരണക്കാരൻ ഒരു മനുഷ്യനായിരുന്നു. യൗസപിതാവിന്റെ ആഗ്രഹം, നമ്മൾ ഓർക്കും ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പന്തലൊക്കെ അടിച്ച് ഒരു ധ്യാനകേന്ദ്രമൊക്കെ തുടങ്ങി ഒരു 10-500 പേരെല്ലാവരും ഇരുന്ന് കുറേ ആൾക്കാർ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്ന ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഭക്ഷണം കുറച്ച് ഇടയ്ക്കൊക്കെ ഫുഡൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കുറേ നാളിങ്ങനെ ഇരിക്കുന്നതാണ് ദൈവത്തിന് ഭയങ്കര സന്തോഷം എന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിച്ച് വെക്കുന്നത്. പക്ഷെ നമ്മൾ ബൈബിള് വ്യക്തവും കൃത്യവുമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലൻ പൗലോസ്ലീഹയുടെ ജീവിതം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നൊരു കാര്യം അപ്പോസ്തലൻ പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഓടുമ്പോൾ, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അത് ദൈവത്തോടുള്ള ഒരു ആരാധനയാണ് കേട്ടോ. അപ്പം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടിയ സാധാരണ മനുഷ്യരായിരുന്നു ഇവരെല്ലാം, യൗസപിതാവ് അടക്കം. അപ്പം അവരുടെയൊക്കെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ്
നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളിപ്പോൾ ഒരു കാർപ്പൻ്റർ ആണെങ്കിൽ, ഒരു ഡ്രൈവർ ആണെങ്കിൽ, ഒരു ഫിഷർമാൻ ആണെങ്കിൽ, ഒരു ഡോക്ടർ ആണെങ്കിൽ, ഏതു മേഖലയാണോ അവിടെ ഈശോനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങൾ നടക്കും. ഇത് വചനം സാക്ഷ്യമായത്. ഇത് വചനമാണ് ഇതിന് ആധാരം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഞാനിന്ന് രാവിലെ യേശുപിതാവിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് ഞാനൊരു ചെറിയൊരു ഒരു സംഭവം ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പെന്തക്കോസ്ത് പാസ്റ്റർമാർ എന്നെ ചീത്ത വിളിച്ച് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ഞാനൊരു യേശുപിതാവിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും ചീത്ത വിളികൾ ഞാൻ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ഓർക്കും. അപ്പം ഞാൻ അതുപോലെ തന്നെ പല വചന പ്രഘോഷകരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ ഓർക്കും, ദൈവമേ, ഈ മനുഷ്യരൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വചന പ്രഘോഷകരും ശുശ്രൂഷകരൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ ഒക്കെ നല്ലതായിരിക്കും. എൻ്റെ മനസ്സിലൊരു കാര്യം കേട്ടോ, അത് ശരിയോ തെറ്റോ ആകാം. അതായത് ഇവരൊക്കെ പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ എവിടെയെങ്കിലും ഒരു തൊഴിലെടുക്കുവാണെങ്കിൽ യേശുപിതാവിനെ പോലെ അല്ലെങ്കിൽ അപ്പോസ്തലനെ പോലെ സ്ലീഹയെ പോലെയൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ, പള്ളിയിൽ അച്ഛന്മാരും പാസ്റ്റർമാരും വചനപ്രഘോഷകരും എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറേയൊക്കെ ക്രിസ്തീയ ഗോളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു പരിപാടി ഇല്ലാതെ ഇരിക്കുമ്പോഴായിരിക്കും ഇതുപോലെ ചീത്ത വിളിക്കാനുള്ള ഈ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകുന്നത്. മനസ്സങ്ങ് ഇടുങ്ങപ്പെടുവാണ്, ചെറുതായി പോവുകയാണ്. എന്തിനെങ്ങനെ ചെറുതാകേണ്ട ആവശ്യമുണ്ടോ? യേശുപിതാവിൻ്റെ ജീവിതം നോക്കിക്കേ. യേശുപിതാവ് നമ്മളെ കൊണ്ടുചെല്ലുന്ന എത്തിക്കുന്ന ഒരു പ്ലേസ്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ വലിപ്പത്തെ കാണുക. ദൈവം ഉപയോഗിച്ച ഒരു സാധാരണക്കാരനായ ഒരു കാർപ്പൻ്ററെ, തച്ചനെയാണ് ദൈവത്തിൻ്റെ മകനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പലായനം ചെയ്യുവാൻ ദൈവ സന്ദേശങ്ങൾ കൊടുത്തു. അപ്പോൾ ഈ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട്, നിങ്ങൾ ചെറിയൊരു ജോലിയാണ് ചെയ്യുന്നത്, ചെറിയൊരു കാര്യത്തിനകത്ത് നിങ്ങൾ ചെറിയൊരു ബിസിനസ്സാണ്. പക്ഷെ ദൈവത്തിന് നിങ്ങൾ വിലപ്പെട്ടതാ, വേണ്ടപ്പെട്ടതാ. അതിൻ്റെ ഉള്ളിലേക്ക് ദൈവം ഇറങ്ങി വന്ന് നിൽക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ആ സ്ഥാനം ഭയങ്കര വലുതാന്നേ, ഭയങ്കര വലുതാ. ഹല്ലേലൂയ. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ എന്നോട് ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ പറയാറുണ്ട്, അയ്യോ, ഞങ്ങളുടെ പള്ളിയിൽ ചെന്നാൽ പോലും ഞങ്ങൾ സാധാരണ ഒരു കുടുംബത്തിൽ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന ആരും ഞങ്ങൾക്കൊരു വില തരുന്നില്ല. ദൈവം നിങ്ങൾക്ക് വില തരുന്നുണ്ട്, ദൈവം നിങ്ങൾക്ക് വില തരുന്നുണ്ട്. ഈശോയെ ആർക്കാ വില കൊടുത്ത്? ഈശോയെ നോക്കിയപ്പോൾ നീ തച്ചൻ്റെ മകനല്ലേ എന്നാ പറഞ്ഞു. അന്നത്തെ മതപുരോഹിതർ പറഞ്ഞ, നീ തച്ചൻ്റെ മകനല്ലേ, നിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അവരന്ന് ഇടിച്ചു താഴ്ത്തിയ ആളാ. ആ കർത്താവല്ലേ നിന്റെ കർത്താവ്. ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, ആ കർത്താവ് നിന്നെ അറിയുന്നു, നിന്നെ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ ഉൾക്കൊള്ളുന്നു, ദൈവം നിന്നെ അറിയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇന്ന് യേശുപിതാവിൻ്റെ തിരുനാൾ ദിവസം ഒത്തിരി തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ, ഒരുപാട് മാനസികമായ വേദനയിലൂടെ കടന്നു പോകുന്നവർ, കുടുംബത്തെ ഓർത്ത് മക്കളെ ഓർത്തൊക്കെ വേദനിക്കുന്നവർ, വിഷമിക്കുന്നവർ, കർത്താവെ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന നിൻ്റെ മക്കൾ ഇന്ന് ഈ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ കർത്താവെ. അവരെയൊക്കെ നീ കാണുന്നല്ലോ, അറിയുന്നല്ലോ, മനസ്സിലാക്കുന്നല്ലോ കർത്താവെ. നീ എപ്പോഴും അവിടുന്ന് തകർന്ന മനുഷ്യരുടെ കൂടെയാണല്ലോ. ഹൃദയം നുറുങ്ങിയവർക്കരികിൽ അവിടുന്നുണ്ട്. മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കും, മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കും. കർത്താവിൻ്റെ ഹൃദയം എപ്പോഴും തകർന്ന സൗരങ്ങളെ, വേദനയിലൂടെ കടന്നു പോകുന്നവരെ നിങ്ങളുടെ കൂടെയാണ് ദൈവം നിൽക്കുന്നത്, മനുഷ്യരുടെ കൂടെ. ദൈവത്തിന് ഏറ്റവും വലിയ പ്രവർത്തികൾ നടക്കുന്നത് നിങ്ങളെപ്പോഴും ഓർത്തോളുക. നമ്മളെപ്പോഴും ഓർക്കും, നമ്മൾ ചിന്തിക്കും ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലോ ശുശ്രൂഷകളിലോ ആണ്. ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ്, അതിനെതിരല്ല. പക്ഷെ അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ സാധാരണ ജീവിതത്തിലാണ്. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്ന് വിളിക്കപ്പെടുന്നവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ സഭകളിലും പള്ളികളിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. പലപ്പോഴും ഞാൻ എറണാകുളം അങ്കമാലി രൂപതയിൽപ്പെട്ട ആൾക്കാരോട് ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു 90% സാധാരണ ആൾക്കാർക്ക് അവിടെ നടക്കുന്ന എന്നാന്ന് പോലും അറിയാൻ മേല. അവർക്ക് എല്ലാവർക്കും പള്ളിയിൽ പോകണം, കുർബാന കാണും. 90% ആൾക്കാർക്കും അവർക്ക് അറിയാൻ മേല, ഇപ്പോഴും അറിയാൻ മേല എന്നതാണ് ആ വിഷയം. അതറിയാവുന്ന കുറേ ലെസ്സർ പേഴ്സൻറ്റേജ് ഉള്ള പുരോഹിതർക്ക് മാത്രം എന്താണ് ഇഷ്യൂസ്. സാധാരണ മനുഷ്യരെന്നും സാധാരണക്കാരായി നിൽക്കുകയാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, സാധാരണ മനുഷ്യരെ നമ്മൾ നോക്കേണ്ട വേറെ ആരെയല്ല, ഈശോനെ മാത്രം. ഈശോ നിനക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അന്നും ഇന്നും എന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതും ഇതും ഒക്കെയുണ്ട്. ക്ലാഷസും ഡിവിഷൻസും അതിലേക്കൊന്നും നമ്മൾ നോക്കില്ല. യേശുപിതാവിൻ്റെ മെസ്സേജ് ഇതാണ്. യേശുപിതാവ് നമുക്കെല്ലാവർക്കും നൽകുന്ന മെസ്സേജ് ഇതാണ്: എൻ്റെ പുത്രൻ കുരിശിൽ ബലിയായി തീർന്നു. ഈശോ നിനക്ക് വേണ്ടിയ ബലിയായി തീർന്നു അല്ലേ? ആ പുത്രനിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. യേശുവെ, ഞങ്ങൾ എളിമപ്പെടുന്നു. ഈശോയെ, ഞങ്ങൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എളിമപ്പെടുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും
ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി കടന്നു വരുന്നതിനായി നന്ദി പറയുന്നു. ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നിരവധിയായ നിയോഗങ്ങളുണ്ടല്ലോ, ആ നിയോഗങ്ങളെ ഈശോയെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആന്തരികമായ മുറിവുകളേറ്റ മനുഷ്യർ ഈ കൂട്ടത്തിലുണ്ടല്ലോ കർത്താവേ. അവരെയൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരിലും ഒന്ന് നിറയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വഴി നടത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. മനസ്സിൽ ഒരുപാട് ഭയമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്? ഒരുപാട് ഭയങ്ങൾ, വല്ലാതെ ഭയപ്പെടുന്നു. ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ ഈ ഭയം എന്ന് പറയുമ്പോൾ ഞാൻ വലിയ കാര്യങ്ങൾ മാത്രമാണെന്നില്ല, ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ ഭയം. ഞാനൊരു കാര്യം നിങ്ങൾ ചിരിക്കുമായിരിക്കും. എനിക്ക് ചെറുപ്പം മുതൽ എട്ടുകാലിയെ ഭയമായിരുന്നു. എട്ടുകാലിയെ ഭയം. അപ്പോൾ ഈ എട്ടുകാലിയെ ഭയങ്കര പേടിയാണ്. ചെറുപ്പം മുതൽ എന്തോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ അയർലൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരത്തിൽ ഇവിടെ ഒരു കഥയുണ്ട്. ആ കഥ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഭയം എൻ്റെ വിട്ടുപോയി. അതിൻ്റെ കാരണം ഈ കഥ കേട്ടോ, ഇതൊരു കഥയാണ് കേട്ടോ, ഒരു ഫോക്ക് സ്റ്റോറി ആയിട്ട്, നമ്മുടെ നാടൻ കഥ എന്നൊക്കെ പറയത്തില്ല, അതുപോലൊരു കഥയാണ്. ഈ യൂറോപ്പിലുള്ളൊരു കഥയാണ്. അതായത് അന്ന് യൗസപിതാവും ഈശോയും മാതാവും കൂടെ പലായനം ചെയ്യുന്ന സമയത്ത് ഹെറോദേസിൻ്റെ ഭടന്മാർ ഇവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഓടുന്ന സമയത്ത് ഒരു ഗുഹയ്ക്കകത്ത് ഇവർ കയറി ഒളിച്ചിരുന്നു. ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്ന സമയത്ത് ഒരു എട്ടുകാലി വന്ന് വല നെയ്ത് ആ ഒരു ഗുഹയുടെ വാതിലിനെ അടച്ചു. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടത് എന്നൊരു കഥ ബൈബിളിലില്ല, യൂറോപ്പിലുള്ള ഒരു കഥയാണ്. അതുകൊണ്ട് നിങ്ങൾ അയർലൻഡിലോ UK അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ പല ഭാഗത്ത് വന്ന എട്ടുകാലിയെ എട്ടുകാലിയെ കണ്ടു കഴിഞ്ഞാൽ എട്ടുകാലിയെ എടുത്തോണ്ട് ഇങ്ങനെ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ എട്ടുകാലിയെ കാണുമ്പോൾ എട്ടുകാലി ഇങ്ങനെ വലിയ കാര്യത്തിൽ എടുത്തോണ്ട് പോയിട്ട് കൊണ്ടുപോയി ഓടിച്ചു വിടും. അപ്പം ഞാൻ ഇത് തന്നെ ഇടപാട്, നമ്മുടെ നാട്ടിലൊക്കെ എട്ടുകാലി എല്ലാവരും തല്ലിക്കൊല്ലുന്നവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു കഥ ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് അവർ ലേഡിയെയും ഈശോനെയും അവർ ലോഡിനെയും കർത്താവിനെയും അവർ എട്ടുകാലി അന്നിങ്ങനെ വല നെയ്ത് സംരക്ഷിച്ചു. അപ്പം അങ്ങനെ ഇതൊരു കഥയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വചനം, ആ വചനത്തിൻ്റെ ശക്തി ഉള്ളിൽ നിറഞ്ഞ സമയത്താണ് ഇങ്ങനെയുള്ള ചെറിയ ഭയമാണ്. ഞാനിപ്പോൾ എൻ്റെ നിങ്ങൾ കേട്ടപ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കും. ചെറിയൊരു ഭയം, ഇങ്ങനെയുള്ള ഭയം മുതൽ ചിലപ്പോൾ വണ്ടി ഓടിക്കാനുള്ള ഭയം, ഈ ഭയം, ആ ഭയം, എന്ത് ഭയമാണ്. ചിലപ്പോൾ പരീക്ഷ എഴുതാനുള്ള ഭയം. ചില വ്യക്തികൾക്ക് പരീക്ഷ എഴുതാൻ പോകാൻ നേരത്ത് ഭയം വരാറുണ്ട്. വണ്ടി ഓടിക്കാൻ നേരത്ത് വണ്ടി എല്ലായിടത്തും ചെന്ന് ഇടിക്കുമോ എന്നുള്ള ഭയം. ഒരു വേദിയിൽ കയറി ഒരു 2 വാക്ക് സംസാരിക്കാനുള്ള ഭയം. എന്തെല്ലാം ഭയങ്ങളാണ് മനുഷ്യർക്ക്. ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് അയാളെ അഭിമുഖീകരിക്കാനുള്ള ഭയം, എന്താകുമെന്ന് ഓർത്തുള്ള ഭയം, മൊത്തം ഭയങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ഭയങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകും. ഇതിൽ നിന്നെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം നൽകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഭയങ്ങൾ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് പറയാത്ത കാര്യം, ഞാനത് പറയാൻ എൻ്റെ ഉള്ളിൽ തോന്നിയുകൊണ്ട് ഒരു സില്ലി ആയിട്ടുള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ ഭയങ്ങൾ, മനുഷ്യർക്ക് വ്യത്യസ്ത തലങ്ങളിൽ ഭയങ്ങളുള്ളവരുണ്ട്, വ്യത്യസ്ത രീതികളിൽ ഭയങ്ങളുള്ളവരുണ്ട്. എന്നാൽ ഈശോയുടെ സാന്നിധ്യം നമ്മളെ ആ ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. അന്ന് യൗസപിതാവിന് വേണമെങ്കിൽ ഭയപ്പെട്ട് വീട്ടിലിരിക്കാമായിരുന്നു. കാരണം ഹെറോദോസ് രാജാവാണ് എതിരായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു രാജാവ് എതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ രാജാവിൻ്റെ മുൻപിൽ നിൽക്കാനുള്ള മാനുഷിക ശക്തി മാനുഷികമായിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്ക് യൗസപിതാവിനും ഈശോയുമുണ്ട്, പക്ഷെ മാനുഷികമായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ ദൈവം നൽകിയ എക്സ്പീരിയൻസിനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയി. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഭയപ്പെടുത്തുന്ന എത്ര വലിയ സാഹചര്യമുണ്ടെങ്കിലും ദൈവം കൂടെ വന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ ആ ഭയത്തെ അതിജീവിക്കുവാനും വിജയം വരിക്കുവാനുമുള്ള കരുത്ത് കർത്താവ് നിങ്ങൾക്ക് നൽകുകയാണ്. 2 കൊരിന്ത്യർ 2:14 നമ്മൾ കാണുന്നു. എപ്പോഴും ക്രിസ്തുവിൽ ഞങ്ങളെ വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി, മഹത്വം. ഈ വചനത്തെ ഒന്ന് റിസീവ് ചെയ്യാവോ? അതായത് ഇന്ന് ഈ വചനത്തെ റിസീവ് ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ത് തന്നെയായാലും ആ ഇഷ്യൂസിന്റെ മുകളിൽ ദൈവം നിങ്ങൾക്കൊരു വിജയം നൽകും. ഇപ്പൊ 150 പേരോളം ഇപ്പൊ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ദൈവത്തിന് ഇടപെടൽ ആവശ്യമുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം ദൈവം പല മേഖലകളിലും ഇടപെട്ടിട്ടുമുണ്ട്, ഇല്ലേ? ഇടപെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളവരുമാണ്,
എന്നാൽ ഇന്ന് ലൈഫിൽ ഏതോ ഒരു മേഖലയിൽ ദൈവത്തിന് ഇടപെടൽ കാത്തിരിക്കുന്നവരുമാണ്. ഇതെല്ലാ വിശ്വാസികളും സെയിമാണ്. കർത്താവ് ഈ ഭൂമിയിൽ എല്ലാവരും ഈ ഒരു പ്രോസസ്സിനകത്തുകൂടെ കടത്തിവിടുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിനകത്തുകൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? നമ്മൾ ഇന്ന് കേട്ട വചനം പോലെ സങ്കീർത്തനം 103 നമ്മൾ വായിച്ചു. എന്താ? ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. ദൈവം നിങ്ങൾക്ക് നൽകിയ എക്സ്പീരിയൻസ് ഒന്നും മറക്കരുത്. യൗസപിതാവിന്റെ ശക്തി എവിടുന്ന് യൗസപിതാവിന് ശക്തി ലഭിച്ചത്? സ്വപ്നത്തിൽ കർത്താവിന്റെ ദൂതൻ സംസാരിച്ചത് അതിനെ ഉള്ളിലേക്ക് റിസീവ് ചെയ്തു. ഇന്ന് ഈ കേൾക്കുന്ന വചനത്തെ ഉള്ളിലേക്ക് റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഭവങ്ങൾ, ടെസ്റ്റിമണീസ്, സാക്ഷ്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം ദൈവം നൽകുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് മുകളിലാണ് നമ്മുടെ തമ്പുരാൻ, നമ്മുടെ ദൈവം നിൽക്കുന്നത്. ആ ശക്തിയെ ആശ്രയിച്ച് മുൻപോട്ട് പോകുമ്പോൾ അദൃശ്യ ലോകത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. അപ്പൊ ഇന്ന് ഒരു അത്ഭുതത്തിന് സാധ്യതയുണ്ടെന്ന് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം രത്ന ചുരുക്കാത. ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് മിറക്കിൾ. ഇതൊരു ചുമ്മാ ഒരു മോഹവാഗ്ദാനം പറയുന്നതല്ല. ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് മിറക്കിൾ. ഇതാണ് ബൈബിളിനകത്ത് ഈ പോസിബിലിറ്റിയാ നമ്മൾ മുഴുവനും കാണുന്നത്. ദൈവം വന്നൊരു മാജിക് കാണിക്കുന്ന കാര്യമല്ല പറയുന്നത്. ബൈബിളിലെ ഓരോ അത്ഭുതങ്ങളും നമ്മൾ കാണുന്നത് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും നടുവിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം സാധാരണ മനുഷ്യരുടെ ഏറ്റവും അധികം മിറക്കിൾ നടക്കുന്നതും അത് ഏറ്റവും കുറഞ്ഞു നടക്കുന്നത് ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള മതപുരോഹിതരുടെ ഇടയിലാണ് ഏറ്റവും കുറവ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ മിറക്കിൾ നടക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ നടുവിലാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നമ്മുടെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും നടുവിലാണ് ഈശോയുടെ അത്ഭുതങ്ങൾ നമുക്ക് ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി തിരിച്ചറിയാവുന്ന രീതിയിൽ കർത്താവ് ഇറങ്ങി വന്നതെന്ന് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ ഇത് രണ്ടാമതോ മൂന്നാമതോ ഒരാളോട് പറഞ്ഞാൽ മനസ്സിലാകുവാൻ പോലും കഴിയുന്നതിനും അപ്പുറമായ ദൈവത്തിൻ്റെ വ്യക്തിപരമായ ചില ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്ന് വിശ്വസിക്കുമ്പോൾ അദൃശ്യ ലോകത്തു നിന്നും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അദൃശ്യ ലോകത്തു നിന്നും. എബ്രായർ 11:1 നമ്മൾ കാണുന്ന വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. അപ്പൊ അദൃശ്യ ലോകമുണ്ട് വിശ്വസിക്കുകയെന്ന്. യൗസപിതാവിന് സന്ദേശം കൊടുത്ത കർത്താവിന്റെ ദൂതനുണ്ട്. വിശ്വസിച്ചേ, യൗസപിതാവിന് അന്ന് സന്ദേശം കൊടുത്ത കർത്താവിന്റെ ദൂതനുണ്ട്. ഇന്ന് പൊതുവെ നടക്കുന്ന ഒരു സമ്പ്രദായം, ഇന്ന് മാർച്ച് 19 എല്ലാവരും യൗസപിതാവിന്റെ അഴിയിലോട്ട് പോയിട്ട് യൗസപിതാവെ എന്നെ നോക്കിയോണേ, യൗസപിതാവ് എന്റെ കാര്യം കാത്തു പരിപാലിച്ചോണേ, യൗസപിതാവിന്റെ അടുത്ത് പെറ്റീഷൻസ് ഇങ്ങനെ കെട്ടുകണക്കിനും കൊണ്ടേ കൊടുക്കും. യൗസപിതാവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് ഈ സാധാരണക്കാരൻ എന്നിലൂടെ ഒന്ന് പറയുന്നുണ്ടെന്നുള്ളേ ഉള്ളൂ കേട്ടോ. എളിമയോടെ പറയുകയാണ്, വേറൊന്നുമല്ല. യൗസപിതാവ് മുറുകെ പിടിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, അതിനെ നമ്മൾ മുറുകെ പിടിക്കണം. അപ്പോഴാണ് യൗസപിതാവിന്റെ പ്രാർത്ഥനയിലൂടെയും കർത്താവിന്റെ കുരിശുബലിയുടെ യോഗ്യതയാലും വലിയ മിറക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് ഡാം തുറന്നു വിടുന്നത് പോലെ അങ്ങ് സംഭവിക്കും. അടിപൊളി വലിയ മിറക്കിൾസ് ആഫ്റ്റർ മിറക്കിൾസ് വിൽ കം ഇൻ ടു അവർ ലൈഫ്. Supernatural restorations will happen in our life. ദൈവികമായ അത്ഭുതങ്ങൾക്ക് നമ്മൾ സാക്ഷികളായിത്തീരും. ഞാൻ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് വീണ്ടും പറയാൻ കാരണം അത്ഭുതങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇത് സംഭവിക്കും, നിസ്സാരമായ കാര്യങ്ങളല്ല. ഇത് കാണുമ്പോഴാണ് മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ മാനസാന്തരം, ഇത് റിയൽ ആണല്ലോ, ഇത് സത്യമാണല്ലോ എന്നുള്ള ആ ഒരു വെളിച്ചത്തിലേക്ക് വരുന്നത്. ഇതെല്ലാ കാലഘട്ടത്തിലും സംഭവിക്കും, ഇന്നും സംഭവിക്കും. ഇന്ന് ഈ കേട്ട വചനം സത്യമാണെന്ന് തെളിയിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഈ വചനം സത്യമാണെന്ന് തെളിയിക്കുന്ന ആരാ? ദൈവമാണ്. അപ്പം നിങ്ങളിത് ഓൺലൈനായിട്ടാണ് കേൾക്കുമ്പോൾ നിങ്ങൾ ഇത്രയും സമയം എടുത്ത് ഇതിനു വേണ്ടി വേർതിരിച്ചത് കേട്ടോണ്ടിരിക്കും. സോ ഇഫ് ദിസ് ഈസ് ഫ്രം ഗോഡ് വിൽ പെർഫോം എ മിറക്കിൾ ഇൻ അവർ ലൈഫ്. ഈ കേട്ട വചനം സത്യമാണെന്ന് ദൈവം അറ്റസ്റ്റ് ചെയ്യും. ഈശോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും ഞാൻ ആരാന്ന്, ഞാൻ എന്താ ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾ പ്രസംഗിക്കുക. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുമ്പോൾ ഈ അടയാളങ്ങൾ അവിടെ സംഭവിക്കും. ഇന്ന് കേട്ട വചനത്തെ നിഷ്കളങ്കമായി വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് ജീവിതത്തിൽ അടയാളങ്ങൾ സംഭവിക്കും. ദൈവികമായ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അദൃശ്യ ലോകത്തിന്റെ ശക്തി വരുന്നത് കാണാൻ തയ്യാറാണോ നിങ്ങൾ? അദൃശ്യ ലോകത്തു നിന്നുള്ള ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നത് അനുഭവിക്കുവാൻ റെഡിയാണോ? ആർ യു റെഡി ഫോർ ദാറ്റ്? Are you ready? എബ്രായർ 11:2 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ ദൃശ്യമായവ അദൃശ്യമായ ലോകത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. അതായത് കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി. നമ്മൾ ഇന്ന് കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി. ഡ്രൈവ് ചെയ്യാൻ പേടിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ടല്ലോ.
സ്റ്റേജിൽ പ്രസംഗിക്കാൻ പേടിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. പാട്ട് പാടാൻ പേടിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ ധൈര്യം ഉള്ളിൽ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു കോൺഫിഡൻസ്, ആ കോൺഫിഡൻസിൽ മുൻപോട്ട് പോകാനുള്ളൊരു കരുത്ത് ദൈവം നമുക്ക് നൽകുകയാണ്. അതൊരു വലിയ മിറക്കിളാണ്. ഇതാണ് യോസേപ്പിതാവിൽ പ്രവർത്തിച്ച ഒരു ശക്തി, പവർ. യോസേപ്പിതാവിൻ്റെ ഉള്ളിലോട്ട് ഈ ശക്തി വന്നങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ആൾ പറഞ്ഞു, നമുക്ക് പുറപ്പെടാം. അവിടെ ചോദ്യങ്ങളൊന്നുമില്ല, പുറപ്പെടുവാണ്, മുമ്പോട്ട് പോവുക, ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന ചില ആൾക്കാർ മടുത്തു പിൻപോട്ട് പോകാൻ നിൽക്കുന്നവരെ ഇന്ന് യോസേപ്പിതാവ് പറയാം, മുമ്പോട്ട്, പുറകോട്ടല്ല, മുമ്പോട്ട് പോ. തനിച്ചല്ല, നല്ല സമരിയക്കാരൻ്റെ കൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന ഒരുപാട് മുറിവുകളിലൂടെ പോകുന്ന ചില വ്യക്തികളുണ്ട്. ഈശോ എന്നോട് ഉള്ളിൽ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അതായത് മനുഷ്യരാൽ വഞ്ചിക്കപ്പെട്ടും കളിയാക്കപ്പെട്ടും വഴിയിൽ കവർച്ച ചെയ്യപ്പെട്ട അർദ്ധപ്രാണനായി അന്ന് കടന്ന ആ മനുഷ്യനെ പോലെ നിങ്ങളുടെ പള്ളിയിലുള്ളവരും നിങ്ങളുടെ സമൂഹത്തിലുള്ളവരും നിങ്ങളുടെ മുൻപിലൂടെ ഇടതും വലതുമായിട്ട് നിങ്ങൾക്കൊരു പരിഗണന നൽകാതെ കടന്നുപോയവർ എന്നെ കേൾക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങളുടെ അരികിലേക്ക് നല്ല സമരിയാക്കാരൻ കടന്നു വന്നു. ഇന്ന് ഈ വചനത്തിലൂടെ നല്ല സമരിയാക്കാരൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളെ നോക്കി പറയുകയാണ്, ഈശോ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് നൽകുകയാണ്, മുൻപോട്ട് പോകാനുള്ള കരുത്ത്. ഈശോയോട് പറഞ്ഞു, ഈശോയെ നന്ദി. ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുണ്ടോ, ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വറി ചെയ്യാതെ തന്നതിനായിട്ട് നന്ദി പറഞ്ഞ് പെട്ടെന്ന് ഓർത്തെടുത്ത ഒരു 5 കാര്യങ്ങൾ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഒരു 5 കാര്യങ്ങൾ. 10,000 പേരിയ്ക്കുന്നതിൻ്റെ നടുവിൽ ഈശോ ചോദിച്ചത്, ഇവർക്ക് ഭക്ഷിക്കാൻ വല്ലതും ഉണ്ടോ? കർത്താവേ, ഇവിടെ ഒരു പയ്യൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട്. ആ കൊച്ചാണ് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പൊതിഞ്ഞു കൊടുത്തേ, എടാ നീ ഈശോയുടെ വചനം കേൾക്കുമല്ലേ, അത് കഴിയുമ്പോൾ ഇടയ്ക്ക് കഴിച്ചോളാൻ പറഞ്ഞു കൊടുത്തതാ. 5 അപ്പം. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? 5 അപ്പേ ഉള്ളൂ. ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരിക്കും, കുറവായിരിക്കും. അത് ഈശോയുടെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. ഈശോ, ഇതാ എൻ്റെ ജീവിതത്തിലുള്ളത്, ഇതാ എനിക്കുള്ളത്, ദിസ് ഈസ് മീ. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ആയിരിക്കും, എന്താണ്, എല്ലാം ഈശോയുടെ കരങ്ങളിലേക്കും കൊടുത്ത് അതിനെ അങ്ങ് ഇറക്കി വെക്കുമ്പോൾ കർത്താവ് അതിനെ സ്വീകരിച്ചിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഈശോ എന്നാ പറയുന്നത്? ഈശോ പിതാവിന് നന്ദി പറഞ്ഞു, ഉള്ളതിനായിട്ട് നന്ദി പറയുകയാണ്. ഇതാണ് യോസേപ്പിതാവിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു നമുക്കുള്ളതിനായിട്ട് വട്ടെവർ യു ഹാവ്, അതിനായിട്ട് നന്ദി പറയുമ്പോൾ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കും. നമുക്കുള്ളതിനായിട്ട് നന്ദി പറയുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കും. ഇതൊരു സ്പിരിച്വൽ മിസ്റ്ററിയാണ്. അവിടെ ഒരു വർധനമുണ്ടാവുകയാണ്. ഈശോയുടെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ അത് എവിടെയാണോ അവിടെ വർധനമുണ്ടാകും. ശൂന്യമായ വഞ്ചിക്കുള്ളിലിരുന്ന് യേശു പ്രസംഗിച്ചപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്ക് മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു. മത്സ്യബന്ധനത്തിൽ PhD കിട്ടിയ ആൾക്കാരാണ്. അവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മീൻ അവിടെ ഒരു ഒന്നുമില്ല, ഒരു മീൻ പോലും ഇല്ല, ശൂന്യതയായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നു. ആ വഞ്ചി നിറയാറാകുവോളം നിറഞ്ഞ് കവിഞ്ഞ് മീനുകളെ കൊണ്ട് നിറഞ്ഞ് മറ്റൊരു വഞ്ചി, അല്ലേ, നമ്മൾ അത്ഭുതങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതാണ് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ. യേശു പക്ഷെ ആരുടെ ജീവിതത്തിൽ ഇടപെട്ടത്? ആരുടെ ജീവിതത്തിൽ ഇടപെട്ടത്? ശൂന്യതയെ ഫൈറ്റ് ചെയ്യുന്ന അധ്വാനിക്കുന്ന സാധാരണക്കാരൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. പക്ഷെ ആ മനുഷ്യനൊരു ചരിത്രം ഉണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് സ്വന്തം വീട്ടിൽ ഈശോ വന്നിട്ടുണ്ടായിരുന്നു. ഈശോ സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മായിയമ്മ വയ്യാതെ കിടന്ന സമയത്ത് അവിടെ വീട്ടിൽ വന്ന് ഈശോ പ്രാർത്ഥിച്ചു. അവിടെ രോഗസൗഖ്യം നടന്നു. ആ വീട്ടിലൊരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കടന്നു വന്നു. അവിടെ എല്ലാ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും നടന്നു. ഒരു കാര്യം വിശ്വസിക്കുക, ഈശോ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ടെങ്കിൽ, ഈശോ ഒരു വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അത്ഭുതങ്ങൾ പല തരത്തിൽ പല രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കും. ഈ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ ഈശോ ഉള്ളതിൻ്റെ അടയാളമായിട്ട് ഇന്നത്തെ മീറ്റിങ്ങിൽ ഈശോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അത് കർത്താവ് ഉള്ളതിൻ്റെ ഒരു സൈനാണ്. കർത്താവ് എവിടെയുണ്ടോ അവിടെ ഒരു അത്ഭുതം നടന്നിരിക്കും. അന്ന് ആ വീട്ടിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. അപ്പോൾ ആ വീട്ടിൽ സാധാരണ മനുഷ്യനായ പത്രോസിന് എല്ലാവർക്കും കാപ്പ് കൊടുക്കാനും ഫുഡ് കൊടുക്കാനും ഒക്കെയുള്ള സാധാരണ ഒരു മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു മുക്കുവനായ മനുഷ്യൻ. ആ ശിമയോൻ പത്രോസ് എല്ലാവർക്കും ചായയും കാപ്പിയും ഫുഡും ഒക്കെ കൊടുത്ത് കാണും. നമുക്കങ്ങനെ ഊഹിക്കാം. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സാധാരണ വീട്ടിലുള്ള വ്യക്തി അടുത്ത ദിവസം ജോലിക്ക് പോകണ്ടേ, അധ്വാനിക്കണ്ടേ, ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടൊരു വ്യക്തിയാണ്. അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ വ്യക്തിയാണ്. ആൾ അധ്വാനിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലർക്ക് ചിലപ്പോൾ ഇതുപോലൊരു അവസ്ഥ കാണും. എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, കൂടാവുന്ന ധ്യാനങ്ങളെല്ലാം കൂടുന്നുണ്ട്, കൃപാസനത്തിൽ പോകുന്നുണ്ട്, ഉള്ള സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ടിരിക്കും, ദൈവമേ ഇതെല്ലാം നടക്കുന്നുണ്ടല്ലോ. പക്ഷെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ
ഏതോ ഒരു മേഖലയിൽ, എവിടെയോ ഒരു മേഖലയിൽ ഒരു തടസ്സം, ഒരു ശൂന്യത. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ ശിമോൻ പത്രോസ് വല കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ ഒന്നും ചോദിക്കാതെ, അതിന് അനുവാദം പോലും ചോദിക്കാതെ ശിമയോന്റെ വഞ്ചിയിലോട്ട് അങ്ങ് കയറുവാണ്. ഇതാണ് ദൈവവിളി. ശിമയോന്റെ വഞ്ചിയിലോട്ട് അങ്ങ് കയറി അങ്ങ് ഇരിക്കുക. കർത്താവ് ശിമയോനെ എനിക്ക് വഞ്ചി ഒന്ന് തരാവോ എന്ന് ചോദിക്കുന്നൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 5:1 വാക്യം. അവിടെ ശിമയോന്റെ വഞ്ചിയിൽ ഒന്നിൽ അവൻ കയറി ഇരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി കേട്ടോ. ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും താമസം വരുന്നുണ്ടെങ്കിൽ, ഡിലേ വരുന്നുണ്ടെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് ഒറ്റപ്പെടലുകൾ വരുന്നുണ്ടെങ്കിൽ, ആക്ഷേപങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് ഉപയോഗിക്കുന്നവനാണ് ഈശോ. കർത്താവ് അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് ഉപയോഗിക്കും. കയറി ഇരുന്ന് അങ്ങ് ഉപയോഗിക്കും കർത്താവ്. അവരുടെ ഉള്ളിലൂടെ കർത്താവ് അങ്ങ് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കും. അത്ഭുതങ്ങൾ നടക്കും, രോഗസൗഖ്യങ്ങൾ നടക്കും. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹൈന്ദവ സഹോദരി എല്ലാ ദിവസവും വീഡിയോ കാണാൻ വേണ്ടി അവർ 30 രൂപയുടെ 40 രൂപയുടെ കാർഡ് റീചാർജ് ചെയ്ത് അവരെന്നും വചനം കേൾക്കുന്ന ഒരു വ്യക്തി, തൊഴിലുറപ്പിനും മറ്റ് ജോലിക്കൊക്കെ പോകുന്ന സാധാരണയായ ഒരു സഹോദരി. അവർ ഈ വചനമൊക്കെ കേട്ടിട്ട് അവർ ധൈര്യത്തോടെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രോഗസൗഖ്യങ്ങൾ, അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ. അതിൽ ചില വ്യക്തികൾക്ക് ആശുപത്രി പോകാൻ പോലും പൈസ ഇല്ല, ഓട്ടോക്കൂലി പോലും ഇല്ലാത്ത വ്യക്തികളുണ്ട്. ഇവർ പറയുക, പ്രാർത്ഥിച്ച് ട്യൂമറുകളും മുഴകളും ഈ അളിഞ്ഞിരിക്കുന്ന ശരീരത്തിലെ അങ്ങനത്തെയുള്ള അവസ്ഥകളൊക്കെ സൗഖ്യമായെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, സാധാരണ മനുഷ്യര് പ്രാർത്ഥിച്ചപ്പോൾ. ഹല്ലേലൂയ! ഇതെന്തൊരു അത്ഭുത സഹോദരങ്ങൾ, ഇതല്ലേ അത്ഭുതം. അത് ആ സാക്ഷ്യം കേട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എനിക്കൊരു സന്ദേശം തന്നതാണ്. ഞാൻ ഇന്നലെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പോലും എനിക്കറിയാമല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലെ ശുശ്രൂഷകൾ നടക്കും. പക്ഷെ അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ചിലപ്പം ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവരാകണം എന്നില്ല. ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് മറ്റ് വിശ്വാസങ്ങളിൽപ്പെട്ട വ്യക്തികൾ ഈശോനെ അറിഞ്ഞവർ ശുശ്രൂഷിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച പള്ളിയച്ചന്മാരും വചനപ്രഘോഷകന്മാരും എല്ലാ സഭാവിഭാഗങ്ങളിലുള്ള പാസ്റ്റർമാരും പെന്തക്കോസ്തുകാരായിട്ട് എല്ലാവരും ഇച്ചിരി ഒന്ന് നമ്മുടെയൊക്കെ എല്ലാ മനുഷ്യരുടെയും അഹങ്കാരത്തിന്റെ ആ ഒരു മോനയെ കർത്താവ് അങ്ങ് ഒടിയും. കാരണം അതുപോലത്തെ അത്ഭുതങ്ങൾ. കാരണം ഈ ഈശോനെ പ്രസംഗിക്കാനല്ലേ നമ്മളെ ദൈവം വിളിച്ചത്, അല്ലേ? നമ്മളെ ദൈവം വിളിച്ചത് എന്തെങ്കിലും ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും റെമ്യൂണറേഷൻ ഉണ്ടാക്കാനാണോ? അല്ല. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ഈശോനെ കൊടുക്കാൻ വേണ്ടി, ഈശോനെ പങ്കുവെക്കാൻ വേണ്ടി. അന്ന് ശിമയോൻ പത്രോസിനെ ശൂന്യമായ വഞ്ചിക്കുള്ളിലേക്ക് കയറി ഇരുന്നവൻ ഇതുപോലെ തകർന്ന മനുഷ്യരെ ഉപയോഗിക്കുന്ന സാക്ഷ്യങ്ങൾ അത് തുടങ്ങി സൗരങ്ങൾ. അത് നമ്മൾ ഇനി കേൾക്കും, കാണാൻ വേണ്ടി പോകും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എഴുതിയിട്ടു. ഇത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ പലരും എളിമപ്പെടാൻ കർത്താവ് വിളിക്കുകയാണ്. ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ എളിമപ്പെട്ടു പോയി. ഒരു സാധാരണ സഹോദരി ഉപയോഗിച്ച് ദൈവം രോഗശാന്തി ശുശ്രൂഷകൾ തെരുവോരങ്ങളിൽ ഇപ്പം നടത്തുന്ന കാര്യമാണ് പറയുന്നത്. ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ ഈശോ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. എളിമയുള്ള ഹൃദയങ്ങളെ ദൈവം കരങ്ങളിലെടുക്കും. കാരണം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് ഈശോ കടന്നു വന്നത്. അന്ന് എളിമയുള്ള പത്രോസ് ചിലപ്പം ഓർത്ത് കാണും, ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഈശോ വന്നു, ശുശ്രൂഷ കഴിഞ്ഞു, ദൈവത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. എന്നാലും പക്ഷെ ഒന്നും കുറ്റം പറയണ്ട എന്നൊക്കെ ഓർത്ത് ആള് വിഷമിച്ച വല കഴുകുന്ന സമയത്ത് കർത്താവ് വഞ്ചിയിലോട്ട് കയറിയിരുന്ന് കർത്താവ് വചനം പ്രഘോഷിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ന് ആർക്കും ഇല്ലാത്ത പ്രതിസന്ധികൾ നിനക്കുണ്ടെങ്കിൽ വിശ്വസിക്കുക, മറ്റാർക്കും ലഭിക്കാത്ത ചില ദൈവിക വിടുതലുകൾ, ദൈവിക നന്മകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ ഉയർച്ച നിന്നെ കാത്തിരിക്കുന്നുണ്ട്. കർത്താവ് ആർക്കും കടക്കാരനുമല്ല കേട്ടോ. കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 100 ഇരട്ടി ഈ ഭൂമി വെച്ച് തന്നെ കർത്താവ് നൽകും, സ്വർഗത്തിലും നൽകും. പത്രോസ് അനുഭവിച്ചറിഞ്ഞത്. വഞ്ചി മുഴുവൻ മത്സ്യത്തെ കൊണ്ട് നിറഞ്ഞ പത്രോസ് കർത്താവിനെ കാൽക്കീഴെ വീണിട്ട് പറഞ്ഞു, കർത്താവെ ഞാൻ പാപിയ. അത് എപ്പോഴാ പത്രോസ് പറഞ്ഞത്? കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങളുടെ ആ ഒരു എക്സ്പ്ലോഷന്റെ മുൻപിൽ അത് പറഞ്ഞു. എക്സ്പ്ലോഡ് ചെയ്ത മുൻപിൽ ദൈവത്തിന്റെ അനുഗ്രഹം. അതാ ദൈവത്തിന്റെ വലിയ വിടുതലുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ അത് വാസ്തവത്തിൽ മനുഷ്യനെ റിപ്പന്റൻസിലേക്ക് നയിക്കും. ഇന്ന് വിശ്വസിക്കുക, ഇന്ന ദിവസം ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, സൗഖ്യങ്ങളായിട്ടും വിടുതലുകളായിട്ടും ഡെലിവറൻസസ് ആയിട്ടും അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ റിപ്പന്റൻസിലേക്ക് നമ്മളെ വഴി നടത്തുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 103 ഇന്ന് നമ്മൾ ആദ്യം വായിച്ച വാക്യം ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തെടുക്കാം. കർത്താവ് നമുക്ക് നൽകുന്ന ഒരനുഗ്രഹത്തെയും നമ്മൾ മറക്കരുത്. ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യവും പറയാൻ വേണ്ടി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഒരു 15 മിനിറ്റ് ഔസേപ്പിതാവിൻ്റെ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമായിട്ട് തുടങ്ങിയ ഒരു പ്രയർ മീറ്റിംഗ് ആണ്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിലാണ് ഈ ഒരു കാര്യം ഇന്ന് 15 മിനിറ്റ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ദൈവം ഇന്ന് ഏൽപ്പിച്ചൊരു മെസ്സേജായിരുന്നു. പക്ഷെ അത് ഇത്രയും പറയാൻ ദൈവം എനിക്ക് കൃപ നൽകി.
തുടർന്ന് എനിക്കും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. ഓരോ ദിവസവും ഈ ശുശ്രൂഷകൾ മുൻപോട്ട് പോകുമ്പോൾ അത് ഇവിടെ യുവാക്കൾക്കിടയിലൊക്കെ ഒരുപാട് ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. തെരുവിൽ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. റിട്രീറ്റ് സെൻ്ററുകളിൽ, റിഹാബിലിറ്റേഷൻ സെൻ്ററുകളിൽ ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തൊഴിലുണ്ട്, അതിനിടയ്ക്ക് ഓൺലൈനായിട്ടുള്ള ശുശ്രൂഷകളുണ്ട്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. അപ്പം ശക്തമായ പ്രാർത്ഥനകളാണ് നമുക്ക് ഏറ്റവും വലിയ കരുത്ത്. തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ. ഇന്നേ ദിവസം പ്രത്യേകമായി വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തെ നമ്മൾ ഓർക്കുമ്പോൾ ഈശോ ആ അപ്പൻ്റെ നെഞ്ചിൻ്റെ ചൂട് അനുഭവിച്ചറിഞ്ഞത് യൗസേപ്പിതാവിൽ നിന്നാണ്. ഇന്ന് ആ യൗസേപ്പിതാവിൻ്റെ ഉള്ളിൽ, അന്ന് യൗസേപ്പിതാവിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് പിതാവാം ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അഭിഷേകമാണ്. ആ സ്നേഹത്തിൻ്റെ അഭിഷേകം ഇന്ന് നമ്മുടെ ആന്തരിക മുറിവുകളെ സൗഖ്യപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. സൗഖ്യമുള്ളവരായി നമ്മൾ തീരുവാൻ ഇടയായി തീരട്ടെ. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഇന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ഒരു റീജുവനേഷനിലേക്ക്, ഒരു റിന്യൂവഡ് ആയിട്ട്, ഒരു പുതുക്കത്തിലേക്ക് ദൈവം നമ്മളെ ഒരു പുതിയ ഒരു സീസണിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്നു മുതൽ, ഈ മാർച്ച് മാസം 19-ാം തീയതി മുതൽ വഴി നടത്തുവാൻ ഇടയായി തീരട്ടെ. കർത്താവേ, ഈ ഡേറ്റിനായി നന്ദി പറയുന്നു. ഇന്നേ ദിവസം മുതൽ ആത്മാവിൽ ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. വി ആർ എൻറ്ററിങ് ഇൻ ടു എ ന്യൂ സീസൺ ഇൻ അവർ ലൈഫ്. എ സീസൺ ഓഫ് ബ്ലെസ്സിങ്, എ സീസൺ ഓഫ് പ്രോസ്പെരിറ്റി, എ സീസൺ ഓഫ് ഗുഡ്നസ്, എ സീസൺ ദാറ്റ് വിൽ ഓവർഫ്ലോ വിത്ത് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഓവർഫ്ലോ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ സീസണായിട്ട് ഈ സീസണെ ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രവേശിക്കുന്നു. അമ്മ മാതാവിനോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന്, പ്രത്യേകം ഇന്നത്തെ ദിവസം യൗസേപ്പിതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചൊല്ലിയ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും അവിടുന്ന് ആ പ്രാർത്ഥനകൾക്ക് കേട്ട് ഉത്തരമരുളുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത ഈശോയുടെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്സഡ് ഡേ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, തിരുജനമേ, ഞാനെങ്കിൽ ശരണപ്പെടുന്നു. ആമേൻ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗുഡ് ഡേ. സെയിൻറ്റ് ജോസഫിന്റെ ഈ ഒരു സ്പെഷ്യൽ ഫീസ്റ്റിന്റെ എല്ലാ വിഷസും ബ്ലെസ്സിങ്സും പ്രാർത്ഥനകളും നേരുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. പരസ്പരം പ്രാർത്ഥിക്കാം. ഹാവ് എ ഗുഡ് ഡേ.